സ്കൂളുള്ള ദിവസങ്ങളിൽ ഞാൻ അടുക്കളയിലോട്ട് വരുമ്പോൾ എന്നും സ്ഥിരമായിട്ട് കാണാറുള്ള കാഴ്ചയാണ് അമ്മ അടുക്കളയിൽ നിൽക്കുന്നത് കേട്ടോ. ശീതുട്ടിക്ക് പിന്നെ പണ്ടേ ഉറക്കമില്ലാത്തതുകൊണ്ട് വെളുപ്പിന് 5 മണിക്ക് അവൾ എണീറ്റിരിക്കും. ഞാൻ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് നമ്മുടെ കിളിക്കുട്ടന്മാരാണ്. അവരെല്ലാരും അതിനകത്തുണ്ടാകുന്ന നോക്കണ്ടേ, ആദ്യം തന്നെ എണ്ണും കേട്ടോ. ദേണ്ട കണ്ടില്ലേ, കിളിക്കൂടിനകത്ത് വേറൊരു കൂട്, അതിനകത്ത് ഇപ്പൊ സ്ഥിരമായിട്ട് ഒരാൾ കയറി ഇരിക്കാറുണ്ട്. മിക്കവാറും മുട്ട ഇടുവായിരിക്കും അല്ലേ. അമ്മതേ തകൃതിയായിട്ട് ചമ്മന്തി അരയ്ക്കുന്നുണ്ട്. മോൻ രാവിലെ എണീറ്റ് ഉടനെ കുളിക്കും കേട്ടോ. ഇനി അച്ഛന്റെ നിലവറ തുറന്നാലേ നമുക്ക് അലമാരക്കത്തുനിന്ന് തുണി എടുക്കാൻ പറ്റൂ. ഇന്നലെ ഞാൻ അടുക്കിപ്പറക്കി വെച്ചാണ് എന്റെ മോൻ ഇന്നൊന്ന് യൂണിഫോം നോക്കിയതാണ് ദേണ്ട ഈ കാണുന്നത് കേട്ടോ. 6 മണിക്ക് തന്നെ ഐസ് പോലുള്ള വെള്ളത്തിൽ കുളിച്ചിട്ട് ഞാനിപ്പോ ഐസ് കട്ടയാവുകയെന്ന് പറഞ്ഞത് യൂണിഫോം കൈപ്പിടിച്ചിട്ട് ഇപ്പോണ്ടേ. ഇവിടെ മോൻ രാവിലെ ദോശയ്ക്ക് ചമ്മന്തി വേണോ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ശീതൂട്ടിക്ക് ഒരു ദോശ കഴിക്കണമെങ്കിൽ ചമ്മന്തി നിർബന്ധമാണ് കേട്ടോ. അമ്മയുടെ ചമ്മന്തി ഉണ്ടാക്കൽ പരിപാടി കഴിഞ്ഞാൽ അടുത്ത ദോശ ഉണ്ടാക്കല് എന്റെ ഊഴമാണ്. ഞാനും എന്റെ ചേച്ചിയൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് ഓണമൊക്കെ വരാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഈ ഓണത്തിന് മാത്രം ഞങ്ങളുടെ വീട്ടിൽ അരി അരച്ചിട്ട് ദോശ ഉണ്ടാക്കാറുള്ളായിരുന്നേ. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ആട്ടുകല്ലൊന്നുമില്ല. തൊട്ട് മുകളിലത്തെ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ അരി ആട്ടിക്കൊണ്ട് വരുന്നത്. അന്ന് ആ ഒരു വീട്ടിൽ മാത്രമേ ആട്ടുകല്ലുള്ളൂ കേട്ടോ. അവിടെ ക്യൂ ആയിരിക്കും ഓണ സമയത്ത് അരി ആട്ടാനായിട്ട്. എന്റെ മോന് ദോശയോട് വലിയ താല്പര്യമില്ല. ഉപ്പുമാവാണെങ്കിൽ അവനൊരു പിടി പിടിച്ചാനെ. ഇന്നലെ അച്ഛൻ വന്നപ്പോ ഒരു വലിയ കൊല മേടിച്ചോണ്ട് വന്നു കേട്ടോ. മൊത്തത്തിൽ ഒരു 1 കിലോ ഉണ്ടാവുമായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ കൊല പഴിക്കണമെങ്കിൽ ഇനി ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്ത് കൊടുക്കണമെന്നാണെങ്കിൽ ഇത് എന്റെ അമ്മയുടെ കലാവിരുദ്ധാണ്. ചാർജർ വെച്ചിട്ടാണ് അമ്മ കൊല തൂക്കിയിട്ടേക്കുന്നത്. ദോശപാത്രം കയ്യിൽ പിടിച്ചോണ്ട് ഇവിടെ ഇരുന്ന് അവനെ ഇപ്പൊ കാണാനില്ല. ചെന്ന് നോക്കിയപ്പോൾ എന്റെ പുറത്ത് നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ തന്നെ ഞാൻ ഒരു ദാക്ഷിണ്യം കൂടാണ്ട് പറഞ്ഞ് കാക്ക മിക്കവാറും സാലഡും കൂടെ ദോശയുടെ അറ്റത്തോട്ട് വെച്ചിരുന്നു. ശീതൂട്ടിക്ക് കാര്യമായിട്ടുള്ള ഇമ്പോർട്ടിങ് നടക്കാത്തോണ്ട് അമ്മ തേണ്ട ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് ആ വെള്ളം കൊടുക്കുവാണ്. എല്ലാരും പറയും അത് കൊടുക്കും ഇത് കൊടുക്കുന്നത്. ഇത് എല്ലാ കൊച്ചു കുടിച്ചാലല്ലേ പറ്റത്തുള്ളൂ. ഞാൻ കുടിച്ചാൽ മതിയാ. മയില് വിളിക്കണ എങ്ങനെ, പട്ടി വരക്കണ എങ്ങനെ, പൂച്ച എങ്ങനെ വിളിക്കണേ, കോഴി എങ്ങനെ പോകുന്നേ, താറാവ് എങ്ങനെ വിളിക്കണേ, കിക്കിന്നാണോ താറാവ് വിളിക്കുന്നത്? പോത്തെങ്ങനെ വിളിക്കുന്നത്? പോത്ത് പോത്ത് ചിരിച്ചോടെ വിളിക്കണേ. അച്ഛൻ തേണ്ട ഏതാണ്ടൊക്കെ അവിടെ നിന്ന് നുള്ളിപ്പറക്കിക്കൊണ്ട് വരുന്നുണ്ട്. അത് ടൈലിന്റെ പീസാണ്. അത് വെച്ചിട്ടാണ് കത്തി തേക്കാറുള്ളത്. കത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബർ വെട്ടുന്ന കത്തി കേട്ടോ. നമ്മൾ ഇന്നാളെ നട്ട ആമ്പലില്ലേ, പക്ഷെ ആമ്പലല്ലോ താമര, അതേ അത് കിളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് പട്ടു പോകുന്നതാണ്. അച്ഛന് വലിയ തോട്ടത്തിൽ വെട്ടി നിർത്തിയിട്ടോ. ഇതിപ്പോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള 70 മരം മാത്രമേ ഉള്ളൂ. ഇപ്പൊ അത് രാവിലെ ഇറങ്ങി അച്ഛൻ വെട്ടുവാണ്. മോന് സ്കൂൾ വണ്ടി വരെ ഞങ്ങൾ ഇതുപോലെയൊക്കെ അവിടെ ഇവിടെയും താങ്ങി തൂങ്ങിയൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ. വെട്ടിയ ഉടനെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പാല് തേണ്ട നല്ല ആവശ്യത്തിൽ വീഴുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നിലയ്ക്കും കേട്ടോ. ഇനി ഈ കാണുന്ന മരമല്ല വെട്ടി നിങ്ങളാണോ എടുക്കുന്നതെന്ന് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിന് നമ്മളെ കളിയാക്കുന്നതാണെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വയ്യ. ഇതെല്ലാം ഓണറിന്റെ ആണ്. ഇത് വെട്ടി ഷീറ്റ് അടിച്ച് അച്ഛൻ തന്നെ ഉണക്കിയിട്ട് അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാറാണ് പതിവ് കേട്ടോ. ചൂട് സമയമായതുകൊണ്ട് സ്കൂളിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമാണ് ഇപ്പൊ സ്നാക്സ് കൊടുത്തു വിടരുത്, ഫ്രൂട്ട്സ് കൊടുക്കണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിയമം എന്നെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം സ്നാക്സ് ആണെങ്കിൽ 10 രൂപയുടെ ബിസ്ക്കറ്റിൽ നിന്നാണ്. നമുക്കൊന്നും എന്നും ഫ്രൂട്ട്സ് മേടിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ മോളെ 17 വയസ്സിൽ എടുത്ത സാരിയാണിത്. കണ്ട നിങ്ങളെ കച്ചേക്കോ? ഏത് നോക്ക്, ഏത് നോക്ക്, എൻ്റെ രാജിമോളെ ഏത് സാരി IIT പോയപ്പോൾ ഓർമ്മയുണ്ട്. അന്ന് എടുത്താണല്ലേ അവിടുത്തെ ഓണ പ്രോഗ്രാം എടുത്തല്ലേ? 17 വയസ്സിൽ. ഇപ്പൊ 40 വയസ്സായി. അയ്യോ 36 ആയോളൂ. 4 വയസ്സും കൂടെ കൂട്ടണ്ട കേട്ടോ. നമുക്ക് ഇപ്പൊ 40 വയസ്സായടേ. എനിക്ക് 40, എന്റെ അമ്മയ്ക്ക് 80. എനിക്ക് മോക്ക് 40, അമ്മയ്ക്ക് 38. എനിക്ക് പിന്നെ പൊതുവേ അമ്മ മീൻ വെട്ടാനോ തുണി അലക്കാനോ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മയുടെ പുറകെ ഇങ്ങനെ നടന്ന് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ ചുമന്ന നെല്ലി, അതായത് എന്റെ ചുമന്ന നെല്ലിക്ക നിങ്ങളുടെ ലൂപിക്ക അതേ ഇച്ചിരി കാച്ചിട്ടുണ്ടേ. നിറയെ കായ നേരത്തെ വരുമായിരുന്നു. ഫാഷൻ ഫ്രൂട്ടിന്റെ ഉണ്ടല്ലോ, വള്ളി പടർന്ന് കയറിയിട്ട് മൊത്തത്തിൽ പട്ടുപോയി. ഇപ്പൊ ഒരു സൈഡിൽ മാത്രമേ കായ്ക്കാറുള്ളൂ. ഇനി നെല്ലിക്കാണെന്ന് പറഞ്ഞ് എന്റെ കണ്ണങ്ങാനും വവ്വാല് കൊത്തിക്കൊണ്ട് പോകുന്നു. എന്റെ മോൻ ഒളിഞ്ഞു നിന്ന് വീഡിയോ എടുത്തതിന്റെ ചിരിയാണ് ഞാൻ ആ പാട്ട് പാടിയപ്പോൾ നിങ്ങൾ കേട്ടത് കേട്ടോ. രാവിലെ 8 മണി കഴിഞ്ഞപ്പോൾ വണ്ടി വന്നു. പിന്നെ അവനെ സ്കൂൾ വണ്ടിയിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് വന്നിരുന്ന് ചായ കുടിക്കുന്നത്. ഇതിന് മുന്നേ ഒരു ഗ്ലാസ് കട്ടൻ ഞാൻ കുടിച്ചായിരുന്നു. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഈ ചായയിലും കട്ടൻ ചായയിലും ഒന്നും വീട്ടിൽ നിന്ന് കുടിക്കുമ്പോൾ പഞ്ചസാര ഇടാതെയാണ് കുടിക്കുന്നത്. ചായ കുടിച്ചിട്ട് നടന്ന് ഞാൻ ഈ കാട്ടിലോട്ട് എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഇപ്പൊ എന്റെ പ്രധാന പരിപാടി ചായ കുടിച്ചു കഴിഞ്ഞാൽ രാവിലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുവേ. ഇനി വീടിനകത്ത് സ്ഥലമില്ലാതെ ഈ കാട്ടിനകത്ത് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ വീടിനകത്താണെങ്കിൽ ശീതൂട്ടി ഭയങ്കര അലമ്പാണ്. പിന്നെ നോയ്സ് കയറി വരും. അതുകൊണ്ടാണ് ഈ കാട്ടിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അവിടെയാണ് വീട്. ഇനി കഷ്ടകാലത്തിന് വല്ല കടുവയോ പുലിയെങ്ങാനും വല്ല ഹണിമൂണിന് ഇതുവഴി പോകാതിരുന്നാൽ മതിയായിരുന്നു. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളിയായിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ.
ഇവിടെ തനിച്ചിരിക്കാൻ പേടിയില്ലെന്നാണെങ്കിൽ തനിച്ചൊന്നും അല്ല വേണ്ട ഇതുപോലെ കുറെ മയിൽക്കുട്ടന്മാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ഒരു 6 ഉണ്ട് കേട്ടോ. അതെ ഒരെണ്ണത്തിന് എന്റെ ഫ്രെയിമിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് എപ്പോഴും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മയിൽക്കുട്ടന്മാര് സ്ഥിരം വരാറുണ്ട് കേട്ടോ. എപ്പോഴും വന്നാലും അമ്മ ഫുഡ് കൊടുക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കും അവർ വരുന്നത്. കാട്ടിനകത്തൊന്നും ഒന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പൊ കഴിക്കാൻ. മിക്കവാറും അടുത്ത റേഷൻ കാർഡിന്റെ മസ്റ്ററിങ്ങിന് ഇവരുടെ പേര് കൂടെ ചേർക്കേണ്ടി വരും. കാരണം ഇവർക്കൂടെ നമ്മൾ അരി കൊടുക്കുന്നത്. അച്ഛൻ ദേ ഓട്ടോറിക്ഷ കൊണ്ട് എങ്ങോട്ടോ പോകുന്നുണ്ടേ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് മണത്തറിഞ്ഞിട്ട് ചെയ്തിട്ട് വ്ളോഗർ ആവാനുള്ള പരിപാടിയാണെന്നുകൊണ്ട് ദേ എന്റെ സെൽഫി സ്റ്റിക്കും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ തേണ്ടല്ല അവള് സമ്മതിക്കൂല. അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്ന വെച്ച് ഇനി അടുത്ത പരിപാടി ഇവള് ഉറങ്ങിയിട്ട് എഡിറ്റ് ചെയ്യലാണ് കേട്ടോ. എന്റെ പൊന്നു മാതാവേ, എന്റെ സെൽഫി സ്റ്റിക്കിനെ കാത്തോളണം. ഇല്ലെങ്കിൽ ഇന്ന് അവള് തന്നെ 2 ആക്കും. രാവിലെ ഒരു 11 മണി കഴിഞ്ഞപ്പോ എന്നാ പിന്നെ കുറച്ച് സിനിമയൊക്കെ കണ്ടോണ്ടിരുന്നിട്ട് ദോശ കഴിക്കാന്ന് വെച്ചു. ദോശയും ചമ്മന്തിയും പപ്പടവും എല്ലാം കൂടെ കൊഴിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഞാൻ. അച്ഛൻ ഇവിടുത്തെ റബ്ബർ മരം വെട്ടിയിട്ടിട്ട് വലിയ തോട്ടത്തിൽ റബ്ബർ വെട്ട് നിർത്തിയുണ്ട് അവിടുത്തെ മരങ്ങൾക്ക് കീഴടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മയാണ് ഇന്ന് ഇവിടെ പാലെടുക്കുന്നത്. അമ്മ പാലെടുക്കലെല്ലാം ഭയങ്കര എക്സ്പേർട്ട് ആണ്. കാരണം 10-38 വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. ഇതിനിടയ്ക്ക് നിങ്ങളിപ്പോ മയിലുകൾക്ക് മാത്രമേ കഴിക്കാൻ കൊടുക്കുള്ളൂ, ഞങ്ങൾ കാക്കകൾക്ക് തരാറില്ലെന്ന് പറഞ്ഞ് കാക്കയും മയിലും കൂടെ അവിടെ പൊരിഞ്ഞ യുദ്ധം നടക്കുവാണ്. ദേണ്ട ഈ കാണുന്നതിനാണ് മയിലാട്ടം എന്ന് പറയുന്നത്. ആകപ്പാട് 4, 3, 7 പീലി ഉണ്ട്. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ആ പീലി വെച്ചിട്ടാണ് ഈ ആട്ടലാട്ടുന്നത്. ഇവരെല്ലാരും ഇടയ്ക്ക് നമ്മുടെ ഇവിടെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞു കുട്ടന്മാരാണ് കേട്ടോ. അവർ വലുതായിട്ടില്ല, കുഞ്ഞു കുട്ടികളാണ്. ഇവരുടെ അമ്മയച്ഛനൊന്നും ഇപ്പൊ കാണാനില്ല. ഇപ്പൊ ഇവര് മാത്രമേ ഉള്ളൂ. വീടിന്റെ ഏത് മൂലയിൽ നോക്കിയാലും ജീവനുള്ള മയിലുകളേ ഉള്ളൂ. അത് പോരാനായിട്ട് ദേണ്ട ഇവിടെ അമ്മയുടെ സാരിയിലും കൂടെ മയിലുകൾ. ദേണ്ട ഈ സാരി ഞാൻ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗിന് പഠിച്ചോണ്ടിരുന്നപ്പോ, അതായത് ഒരു 17 വയസ്സൊക്കെ ആയ സമയത്ത് എനിക്ക് എടുത്ത സാരി എന്നിട്ടത്. ഇത് ഇപ്പോഴും അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടേ. വെയിലടിച്ചിട്ട് ചെടികളെല്ലാം വാടി തുടങ്ങി. നമ്മുടെ തക്കാളി ചെടിയും മുളക് ചെടിയൊക്കെ നിപ്പുണ്ട് ഇവിടെ. ഒരു സാധനം വീട്ടിലില്ലെങ്കിൽ പിന്നെ അതിന്റെ തോല് പോലും ഉണ്ടാവില്ല. വാങ്ങിച്ചപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാനും അച്ഛനും ഒരുമിച്ച് മേടിച്ചു. ഇപ്പൊ 3-4 കിലോ ഇവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോ ഈ ഉരുളക്കിഴങ്ങ് തീരുന്ന വരെ ഒരാഴ്ചത്തേക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ടാട്ടോ അവിയലും സാമ്പാറും തോരനും ഒക്കെ തന്നെ ആയിരിക്കും മക്കളെ. എന്തായാലും ഒരു കുന്നോളം കുന്നിക്കുരു, അയ്യോ കുന്നിക്കുരു അല്ലട്ടോ ഉരുളക്കിഴങ്ങ് ഉണ്ടെന്നാ പിന്നെ 5-6 എടുത്തിട്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ ഇരുന്ന് അറഞ്ചം പുറഞ്ചം അരിഞ്ഞു കൂട്ടുകയാണ്. ദേണ്ട ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പിരിയമുളകില്ലേ അതിന്റെ വിത്തിട്ട് കായ്ച്ച് കിട്ടിയ സാധനമാണ്. പിന്നെ ഉരുളക്കിഴങ്ങിനകത്തോട്ട് അതും കൂടെ അരിഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആയപ്പോ ഭയങ്കര ചൂട്. എന്നാ പിന്നെ ദേണ്ട ഇത് അങ്ങോട്ട് കലക്കി അടിക്കാന്ന് വിചാരിച്ചു. കുറെ നാൾ കൊണ്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് മേടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫാഷൻ ഫ്രൂട്ടിന്റെ ആണ്. ഇത് എങ്ങനെയാണ് കലക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും 2 ഗ്ലാസ്സിലോട്ട് കുറേച്ച് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് തണുത്ത വെള്ളം ഒഴിക്കാന്ന് വിചാരിച്ചു. പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ഇഷ്ടമാതിരി പാഷൻ ഫ്രൂട്ട് നമുക്ക് കൂടെ ഉണ്ടായിരുന്നു. ഇതുപോലെ ആക്കി വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ പൈസ കൊടുത്ത് മേടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആദ്യം തന്നെ തുണി അലക്കി ക്ഷീണിച്ച് നിൽക്കുന്ന അമ്മയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. അമ്മ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാൻ കേട്ടോ. ഇനി ആദ്യം അമ്മയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് വല്ല ദുരുദ്ദേശം ഉണ്ടാകുന്നെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. സൂപ്പർ. ഇത് എന്നെ പോലെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കൊള്ളാമോ എന്തോ എന്ന് വിചാരിച്ച് വാങ്ങിക്കാൻ എന്തിനാണെങ്കിൽ വാങ്ങിച്ചോട്ടെ. ഞാനിത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-12 വർഷം കൊണ്ട് ഈ സാധനം എല്ലാ കടകളിലും പോകുമ്പോൾ കാണും. പക്ഷെ വാങ്ങിക്കൂല. കാരണം ഇത് കൊള്ളാമോ എന്തോ, ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്നില്ലേ. ഇപ്രാവശ്യം എന്തായാലും ഞാൻ സാധനം മേടിച്ചപ്പോൾ വാങ്ങിച്ചു കേട്ടോ. സാധനം കൊള്ളാം, നല്ല ടേസ്റ്റാണ്. അങ്ങനെ വെള്ളം കുടിച്ച് മതവും മത്തനായി മത്തടിച്ച് സ്ഥിതിക്ക് ഇനിയിപ്പോ ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ട് ഉണ്ടാക്കാന്ന് വെച്ചാൽ കടുവെടുത്ത് ഇട്ടതാണ്. പക്ഷേ സംഭവം പൊട്ടിയില്ല. ഇന്ന് ഫെയിലായി. എങ്ങനെയൊക്കെ നോക്കിയാലും കടുവിട്ടാ പൊട്ടൂല. എണ്ണ ഇവിടെ ആവൂല. എപ്പോഴാണ് അതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. എപ്പോഴോ എണ്ണ ചൂടായപ്പോ ദേ ഈ വെട്ടി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് 2 ഇളക്ക് കേട്ടാ. ഇന്നത്തെ ഉരുളക്കിഴങ്ങിന് എന്താണെന്നറിയില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇതിനകത്ത് സവാള ഒന്നും ഇടാറില്ല. വെറുതെ പച്ചമുളക് ഇടും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇടാറുള്ളേ. പെർഫെക്റ്റ്. ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടത് ആരാ? ഞാനല്ല, അമ്മ ഇട്ട ഉപ്പുമാവ്. അമ്മ ഇത് ഓഫ് ഇട്ടാ എന്ത്? 2 ദിവസം മുന്നേ അച്ഛന് ആരോ ഒരു പീസ് ചക്ക കൊടുത്തായിരുന്നു. അത് പിന്നെ പഴുക്കാൻ വേണ്ടി നമ്മളവിടെ വെച്ചേക്കായിരുന്നു. പഴുത്തപ്പോ സംഗതി വരിക്കച്ചക്കയായിരുന്നേ. ചക്ക വെട്ടി തുടങ്ങിയപ്പോഴേ ചെയ്തിട്ട് ഞങ്ങളുടെ കൊതിയും പിടിച്ചോണ്ട് നിപ്പുണ്ട് ചക്ക കഴിക്കാനായിട്ട്. വരിക്കച്ചക്ക ആയതുകൊണ്ട് തന്നെ വലയില്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഒന്നും പേടിക്കണ്ട, അവർക്ക് കൊടുക്കാം, അവർ കഴിച്ചോളൂ കേട്ടോ. നല്ല വെയിൽ സമയത്തുണ്ടായ ചക്ക ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കഴിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര മധുരം. ഈ തേൻ വരിക്കെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലെ മധുരം കേട്ടോ. സത്യം പറഞ്ഞാൽ എടുത്ത ഒരു പീസ് ഫുള്ള് കഴിക്കാൻ പറ്റില്ല, അതുപോലെ മധുരമേ. ഷുഗർ ബോർഡർ ലെവലിൽ നിൽക്കുന്ന ആളാണ് ഈ ഇരുന്ന് ചക്ക കെട്ടുന്നത്. വൈകുന്നേരം മോൻ വന്നപ്പോൾ അവന് പിന്നെ ചോറ് കൊടുക്കാന്ന് വിചാരിച്ചു. ശീതുട്ടിക്കും മോനും ഒരുമിച്ചാണ് ചോറ് കൊടുക്കുന്നത്. ഞാൻ പിന്നെ ഡയറ്റിംഗ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറില്ല. അതാണ് ഞാൻ കഴിക്കുന്നത് കാണിക്കാത്ത കേട്ടോ. അമ്മമാര് കുഴച്ച് ഉരുളയൊക്കെ തരുന്ന ചോറിന് ഭയങ്കര ടേസ്റ്റ് അല്ലേ. അല്ലെങ്കിലും ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുപോകാൻ നേരത്ത് ഈ മുതുക്ക് കയറ്റം നടന്ന് കയറാനേ വയ്യ. അതിന്റെ ഇതേ സൈക്കിളും കൂടെ എടുത്തോണ്ട് വരാൻ പോവാണേ. ഉള്ള കയറ്റം മൊത്തം ആ സൈക്കിൾ വേണമെങ്കിൽ ഒറ്റയ്ക്ക് തള്ളി കയറ്റിക്കോളെന്ന് പറഞ്ഞുകൊണ്ട് ദേ അവൻ സൈക്കിളും വെച്ചിട്ട് നടന്ന് വരുവാണ് കേട്ടോ. വെയിലിനൊക്കെ എന്തൊരു ചൂടാണെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വയ്യ. വൈകിട്ട് 4 മണി കഴിഞ്ഞിട്ട് ദേ വെയിലും മാറിയിട്ടില്ല, ചൂടും മാറിയിട്ടില്ല. ഇനിയിപ്പോ ഈ വലിയ കയറ്റം കൂടെ നടന്നങ്ങ് എത്തുമ്പോൾ മനുഷ്യൻ ചാകും. എനിക്കിനി ഈ കയറ്റം കയറാൻ വയ്യേന്നും പറഞ്ഞ് ഞാൻ താഴെ നിന്ന് മോൻ ദേ കയറി പോകണം കേട്ടോ. പാവം ദേണ്ട അവിടെ തന്നെയാണ് അവന്റെ ട്യൂഷൻ ക്ലാസ്. പിന്നെ അവന്റെ ട്യൂഷൻ ക്ലാസ് വിട്ടിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ ദേ ഇവിടെ ഇരുന്ന് ഉള്ളി വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. അച്ഛൻ പുറത്ത് പോയിട്ട് ചിക്കൻ മേടിച്ചിട്ട് വന്നായിരുന്നേ. പിന്നെ വൈകുന്നേരം കണ്ണന് വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ ചിക്കൻ ഇച്ചിരി കൂടുതൽ മേടിച്ചാൽ കണ്ണന് കറി വെച്ച് കൊടുത്തു വിടാമല്ലോ. പിള്ളേർക്ക് കറിയോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കുറച്ച് പീസ് എടുത്ത് വറക്കാന്ന് വിചാരിച്ചു. പിന്നെ കണ്ണനും ചിക്കൻ ഫ്രൈ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ചധികം പീസ് എടുത്ത് വറക്കാനായിട്ട് മസാല പുരട്ടി വെച്ചായിരുന്നു. എനിക്ക് എടുക്കുന്ന പാത്രങ്ങൾ അപ്പൊ തന്നെ കഴുകി വെക്കണം. അല്ലാണ്ട് ഈ കഴുകാനുള്ള പാത്രങ്ങൾ ഈ മലമാതിരി കൂട്ടിയിടുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് എടുക്കുന്ന പാത്രങ്ങൾ അപ്പോഴപ്പം തന്നെ കഴുകി വെച്ചിട്ട് അടുത്ത
പരിപാടി ഉള്ളൂ കേട്ടോ. എനിക്ക് ചിക്കൻ കറിയും ബീഫും ഒക്കെ ഉണ്ടാക്കുമ്പോൾ, അതായത് നോൺ വെജ് ഐറ്റം എന്തുണ്ടാക്കിയാലും എനിക്ക് അവിടെ തന്നെ തക്കാളി അരിഞ്ഞിടണം. അത് എന്തിന്റെ കേടാണെന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ വയ്യ. അതാകുമ്പോ ഇച്ചിരി പുളിയും എരിവും ഉപ്പും എല്ലാം കൂടെ ചേരുമ്പോൾ അടിപൊളിയല്ലേ. വേണ്ട ഈ പാത്രം ചിക്കൻ കറി വെക്കുമ്പോൾ മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ കേട്ടോ. എനിക്ക് ചിക്കനും ബീഫൊക്കെ വെക്കുമ്പോൾ കൊച്ചുള്ളി ഇട്ടിട്ട് വെക്കുന്നതാണ് ഇഷ്ടം. സവാളയോട് വലിയ താല്പര്യമില്ല, ചെറിയൊരു മധുരം ഉണ്ടാവാറില്ല, എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ചിക്കൻ കറി വെച്ചോണ്ടിരിക്കുമ്പോൾ പിള്ളേർ രണ്ടും കൂടെ തൊട്ട് പുറയില്ല, അതായത് മോൻ ട്യൂഷൻ പോയിട്ട് വന്ന് ഞാൻ എന്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചിക്കൻ കറി വെക്കാൻ തുടങ്ങുന്നത്. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴേ പിള്ളേർ ഇവിടെ DJ സോങ് ഇട്ട് തകർക്കുകയാണ്. എന്നാ പിന്നെ ഒരു ഡാൻസ് ഒക്കെ കളിച്ചോണ്ട് ചിക്കൻ കറി വെക്കാന്ന് വിചാരിച്ചേ. ഈ പാചകം ചെയ്യുമ്പോൾ ഒരു മടുപ്പ് വരാതിരിക്കാൻ നല്ല അടിച്ചു പൊളി പാട്ട് വിട്ടിട്ട് അങ്ങ് പാചകം ചെയ്താൽ കേട്ടോ. ഇനി ഉള്ള തക്കാളിക്കെല്ലാം വെട്ടിക്കൂട്ടി ഇടുന്ന കണ്ടിട്ട് ചേച്ചി ചിക്കൻ കറി തന്നെ അല്ലേ പറഞ്ഞത്, തക്കാളി കറി ആണോ എന്നാണെങ്കിൽ ഇച്ചിരി കൂടി പോയായിരുന്നേ. ഇനി ചിക്കൻ കറിക്കുള്ള മസാല എല്ലാം നന്നായിട്ട് മൂത്തങ്ങോട്ട് വരുമ്പോ കോഴി പിടിച്ച് അതിനകത്തോട്ടൊക്കെ ഇടുക. അയ്യോ കോഴിയല്ല, ചിക്കന്റെ പീസ് എടുത്ത് അതിനകത്തോട്ടൊക്കെ ഇടുക. ഇനി അടച്ചു വെച്ച് നന്നായിട്ട് മസാലയും ഗ്രേവിയും എല്ലാം കുറുകി നല്ല തിക്നെസ് ആവുന്ന വരെ ഇട്ട് വേവിക്കുക കേട്ടോ. സംഭവം നന്നായിട്ട് വറ്റി വരുമ്പോൾ എടുത്തങ്ങോട്ട് ടേസ്റ്റ് ചെയ്യണം എന്റെ അളിയാ. അങ്ങനെ ചിക്കൻ പീസുകൾ ഓരോന്നോട്ട് എണ്ണയിലോട്ടിട്ട് മുക്കി പൊരിച്ചോണ്ടിരുന്നപ്പോഴാണ് കണ്ണൻ വിളിച്ച് പറയുന്നത്, കണ്ണ ഇന്ന് വരൂല, 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ രാത്രി ഒരു 7 മണിയൊക്കെ ആയി, ദേ ഇരുട്ട് വീണ് തുടങ്ങി. ഇനി പുറത്ത് കിടന്ന് കറങ്ങിയാൽ ചിലപ്പോൾ പന്നികൾ എടുത്ത് നമ്മളെ കൊണ്ടുവന്ന് അപ്പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് പോകും കേട്ടോ. ഭയങ്കര പന്നിശല്യമാണേ. പിള്ളേരാണെങ്കിൽ എനിക്കിട്ട് എങ്ങനെ പണിതരാൻ നോക്കിയിരിക്കുകയാണ്. രാത്രി ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കണ്ടപ്പോൾ അപ്പൊ തന്നെ ഇടിയപ്പം വേണമെന്നു. എന്തായാലും പുതിയ ഇടിയപ്പം മേക്കർ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി. മറ്റേ കറക്കുണ്ടല്ലോ സേവനാഴി, അതാണെങ്കിൽ എന്റെ കൈ ഒടിഞ്ഞു പോയേനെ. ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, വെറുതെ ഞെക്കി ഇരുന്നാതിയല്ല. ഇനി നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ചെമ്പില്ലേ, അതിനകത്ത് വെച്ച് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി. നല്ല ആവി പറക്കുന്ന ഇടിയപ്പം കിട്ടുവേ. അപ്പൊ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട് എന്നെ സഹിച്ച എല്ലാവർക്കും ഒരു ചക്കര ഉമ്മ. ടാറ്റ ബൈ ബൈ, സീ യു.